എക്സിറ്റ് ഫലങ്ങൾ ശരിവെക്കും പോലെ BJPയുടെ കടന്നുകയറ്റം ദക്ഷിണേന്ത്യയിലേക്ക് ഉണ്ടാകും. അതുണ്ടാകും, നമുക്ക് ആദ്യം ഉറപ്പാണല്ലോ, നമ്മൾ പണ്ടേ പറഞ്ഞതല്ലേ. കാരണം ഇത് BJP ഓൾറെഡി ഇപ്പോൾ BJPയുടെ പ്രൈം ടാർഗറ്റ് ഇവിടെയാണ്. കാരണം നോർത്ത് ഈസ്റ്റ് BJP വിചാരിക്കാതെ കൊണ്ട് വേഗത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവളെ വളരെ കൺസിസ്റ്റൻ്റ് ആയി ഉത്തരേന്ത്യ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് ആദ്യം ഇന്ദിരാഗാന്ധിയുടെ കൂടെ ഒന്ന് കോൺഗ്രസിനെ സഹായിച്ചു. അപ്പോൾ സംഘം വളരുകയാണ്, സംഘത്തിൻ്റെ വളർച്ചയാണ്. BJPയുടെ വളർച്ച സംഘത്തിൻ്റെ വളർച്ചയാണ്. പിന്നെ മോഡി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലും ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മോഡിയുടെ കോൺട്രിബ്യൂഷൻ. ബേസിക്കലി സംഘത്തിൻ്റെ വളർച്ച, സംഘത്തിൻ്റെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. നദ്ദ പറഞ്ഞ വേറെ ലൈനിലാണ്, അത് ആ രീതിയിലാണ് സംഘത്തിൻ്റെ വളർച്ചയാണ്. അതിങ്ങനെ ഇപ്പോൾ കർണാടകയിൽ മുമ്പേ അവർക്ക് സ്വാധീനമുണ്ട്. അത് ഈ പറയുന്ന ജനതാ പാർട്ടീൻ്റെ ഉള്ളിൽ നൊഞ്ഞു കയറി. അന്ന് ജനതാ പാർട്ടി ഉണ്ടായിരുന്നു ആ സമയത്ത് സംഘം. അന്ന് യെദ്യൂരപ്പൊക്കെ ഇങ്ങോട്ട് വരുന്ന ആ സമയത്തോട് വരും. അതോടുകൂടി ഈ പറഞ്ഞ യെദ്യൂരപ്പൻ്റെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ കളി തുടങ്ങിയത്. അതിപ്പോൾ മൊക്കലിംഗ കമ്മ്യൂണിറ്റിയിലേക്ക് കൂടി വന്നു, മറ്റേ ഇയാളുടെ നമ്മുടെ. അതോടുകൂടി പ്രജ്വൽ ദേവണ്ണൻ്റെ കാര്യം തീരുമാനമായി കിട്ടും പൊളിറ്റിക്കലി. കാരണം BJP വൺസ് ആ കമ്മ്യൂണിറ്റിന് ആക്സസ് കിട്ടി കഴിഞ്ഞാൽ BJPനെ പിടിച്ചാൽ കഴിയുള്ളൂ. അത് പിന്നെ അവർക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ BJPക്ക് ഒരു ആക്സസ് കിട്ടി വിചാരിച്ചോ, പിന്നെ ഈ പറയുന്ന തങ്ങന്മാരൊക്കെ നേരിട്ട് വിളിക്കുന്നത് കാര്യാലയത്തിലേക്കായിരിക്കും. അതവർക്ക് അറിയാതെ. അത് എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ പറയാൻ കാരണം എന്ന് വെച്ചാൽ CPMന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആക്സസ് കിട്ടാൻ. ഇപ്പം സംസ്ഥാന തങ്ങന്മാർ നേരിട്ട് വിളിക്കുന്നത് പിണറായിനെയാണ്. മറ്റാരെ അവർ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് ആണെങ്കിൽ കുഞ്ഞാലി സാഹിബിനെ കോൺടാക്ട് ചെയ്യണം, പലരും സലാമിനെ കോൺടാക്ട് ചെയ്യണം. ഇതൊന്നും വേണ്ട, നേരിട്ട് വിളിക്കും, പല കാര്യം നടക്കും. അപ്പം ഇത് ഈ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. അതായത് ബംഗാൾ, ബീഹാർ, ഒറീസയാണ് അതിൻ്റെ കേന്ദ്രം. അങ്ങനെ ഒറീസയിൽ ഈ അമേരിക്കൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അതിശക്തമായ കൺവേർഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഗ്രഹാൻ സ്റ്റേൻ സംഭവമൊക്കെ ഭയങ്കര എന്താണ് അപലപനീയമാണ്, വേദന ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആ സംഭവം അറിയാലോ, ഞാനൊക്കെ ഭയങ്കരമായിട്ട്. പക്ഷേ അത് ആ രീതിയിലായിരുന്നില്ല അത് കാണേണ്ടിയിരുന്നത്. പക്ഷേ അതൊരു ഫാക്ടറാണ് അവിടെ. കൺവേർഷൻ ഗിരിവർഗ മേഖല ഫാക്ടറാണ്. അത് അവരെ ഗിരിവർഗക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യമാണ് വരുന്നത്. ഇപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ ഇപ്പോൾ അവിടെ ഈ ക്രിസ്ത്യൻ പെന്തക്കോസ്ത് സാധനം വന്നതിനെ നമ്മളൊക്കെ അമേരിക്കൻ കൂടാതെ അതൊക്കെ സത്യമാണ്, നമ്മളൊക്കെ അതിനെതിരുമാണ്. ക്രിസ്ത്യാനിറ്റി ഒന്നിനുമല്ല, ഇത് ഈ പെന്തക്കോസ്ത് സാധനം അമേരിക്കൻ സാധനം വന്നതുകൊണ്ട്. പക്ഷേ അവിടെ ആളുകൾക്ക് വസ്ത്രം ധരിക്കാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു സ്ഥിതി അവിടെ 80കളിലൊക്കെ. അവിടെയാണ് ഈ മിഷണറീസ് വന്ന് അവിടെ സ്കൂളുകൾ സ്ഥാപിച്ചു, അവരെ പുറത്ത് കൊണ്ടുപോയി, അവർ പഠിച്ചു, പല സ്ഥലത്തും പ്ലേസ്മെൻറ്റ് കിട്ടി, റഷ്യയിലൊക്കെ പോയി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ആക്സസ് അവർക്ക് കിട്ടുന്നത്. അത് മറ്റു സ്ഥലത്തേക്ക് വരുമ്പോൾ അടുത്ത മൂന്നാമത്തെ ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഈസ്റ്റേൺ തിമൂർ അവിടെ വരിക. ഈസ്റ്റേൺ തിമൂർ വരുന്ന പ്രശ്നം അല്ലേ ക്രിസ്ത്യാനിറ്റി ചെയ്യുന്ന ആർക്കാ പ്രശ്നം? ക്രിസ്ത്യാനിറ്റി പൊതുവെ ആർക്കും വലിയ തലവേദന ഉണ്ടാക്കാത്ത അവരെ കാര്യം നോക്കി നടക്കുന്ന ടീമാണ്. പക്ഷേ ഈ അമേരിക്കൻ സ്വാധീനം വരുന്നതാണ് പ്രശ്നം. അമേരിക്ക വരുന്നത് നമുക്ക് പ്രശ്നമില്ല. അമേരിക്കയുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് അവിടെ വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ്. പാകിസ്ഥാൻ പോലെ അടുത്തൊരു പാകിസ്ഥാൻ സംഭവിക്കും, അതാണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു കാര്യം അവിടെ നടക്കുന്നതുകൊണ്ട് തന്നെ RSS വളരെ കാര്യമായി ഏകാധ്യാപക വിദ്യാലയങ്ങളൊക്കെ തുടങ്ങി വളരെ സജീവമാണ് അവിടെ, വളരെ സജീവമാണ്. ഇപ്പോൾ അവർ കൗണ്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അംബാനി അദാനി കാശുണ്ടാക്കുന്നത് നിങ്ങൾ കുറ്റം പറയുമ്പോൾ സത്യത്തിൽ ഇതിനൊക്കെ ഫണ്ട് ചെയ്യുന്നവരൊക്കെയാണ്. ഹിന്ദു മുതലാളിമാരായി പൈസ ഉണ്ടെങ്കിലല്ലേ ഹിന്ദുക്കൊക്കെ കിട്ടുള്ളൂ അല്ലേ? ഇപ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറീസിന് എങ്ങനെ പൈസ കിട്ടുന്നത്? ഉണ്ടായി അതുപോലെ അമേരിക്കയിലെ കമ്പനികൾ ഇവരൊക്കെ ഇത്ര പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് പൈസ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ മതമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കൊടുക്കുന്നത്, അതാണ് ഇവർ കിട്ടുന്നത്. അപ്പം ഹിന്ദു മലയാളിമാരുടെ കൈക്ക് പൈസ ഉണ്ടെങ്കിലല്ലേ ഹിന്ദു പരിഷത്തിന് കിട്ടുള്ളൂ. അതുകൊണ്ട് അവർ അംബാനി അദാനിയും പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം എന്നാണ് അവർ ചോദിക്കുന്നത്. അത് സത്യമാണ്. ഇന്നലെ തെലങ്കാനയുടെ ഫലം വന്നപ്പോൾ, എക്സിറ്റ് ഫലങ്ങൾ വന്നപ്പോൾ തെലങ്കാനയിൽ വലിയ തോതിൽ BJP മുന്നേറുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഫലങ്ങളാണ് വാസ്തവത്തിലൂടെ പറയുന്നത്. പക്ഷേ അത്രയ്ക്ക് ഒരു പ്രയത്നം BJPയുടെ ഭാഗത്ത് നിന്ന് ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, തെലങ്കാന എന്ന് വെച്ചാൽ അവിടുത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് നല്ല പോപ്പുലാരിറ്റി ആണ്. പക്ഷേ ഇത് മോഡി വേഴ്സസ് അതേഴ്സാണ് ഇലക്ഷൻ. അങ്ങനെ വരുമ്പോൾ മോഡിക്ക് ഒരു 20% വോട്ടൊക്കെ ഉത്തരേന്ത്യയിൽ പിന്നെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറയ്ക്കാൻ പറ്റും. അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ 10% മതി. അങ്ങനെയാണ്. അവിടുത്തെ കോൺഗ്രസിന്റെ പെർഫോമൻസ് മോശമായിട്ടല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് നന്നായി ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് മോഡിക്കുള്ള വോട്ടാണ്. അത് നിങ്ങൾ ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ, ഹൈദരാബാദല്ല ഈ ആന്ധ്രാപ്രദേശ് പോയി കഴിഞ്ഞാൽ അവിടെ ഹിന്ദുത്വ വികാരമുള്ള സ്ഥലമാണ്. ഈ ഹിന്ദുത്വ വികാരം ഇല്ലാത്ത കേരളത്തിൽ തമിഴ്നാട്ടിലോ. കേരളത്തിൽ ഹിന്ദുയിസം സ്ട്രോങ് ആണ്. ഇവിടെ അതിശക്തരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ വരെ ഹിന്ദുക്കളാണ്. അതിൽ പ്രശ്നമൊന്നുമില്ല, ഹിന്ദുത്വവാദികളല്ല. തമിഴ്നാട്ടിൽ എത്തുമ്പോൾ ഹിന്ദുയിസം പ്രശ്നമാണ്. അതാണ് പ്രശ്നം. പക്ഷെ തമിഴന്മാർക്ക് പൊളിറ്റിക്കലി ഹിന്ദുത്വവാദികളായിട്ട് കമ്പനി അടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ DMK വേണം, അത്രേ ഉള്ളൂ. അതിപ്പം അത് എണ്ണാമലയും വന്നിട്ട് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അവിടെ. ഒരു 10 വർഷം കൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു.
ആന്ധ്രാപ്രദേശ് ഇതുപോലെ തന്നെ. ആന്ധ്രാപ്രദേശിലെ ശക്തമായ സ്വാധീനം സംഘത്തിനുള്ളതാണ്, ഹിന്ദുത്വവാദത്തിനുള്ളതാണ്. ആ രാമജി ഫിലിം സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹിന്ദുത്വവാദം തന്നെയാണ് അവിടെ നിറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ അവിടെ ലോക്കൽ പാർട്ടികൾ ഉള്ളതുകൊണ്ടാണ് ക്ലച്ച് പിടിക്കാതെ പോയത്. ഇപ്പം എന്ന് വെച്ചാൽ YSR-ആയിട്ട് കൂട്ടുകൂടിയിട്ടാണ് BJP മത്സരിക്കുന്നത്. അത് അവർക്ക് നല്ലൊരു ഫുട് ഹോൾഡാണ്. ഇനി അവർ YSR-നെ അവർ വീങ്ങിക്കുള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഈ ലക്ഷ്യം വിട്ട ഒരു പ്രയത്നമുണ്ടല്ലോ, അത്രയും ഒരു കഠിന പ്രയത്നം ഈ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഒരു 4 മുതൽ 6 സീറ്റ് വരെയാണ് പറയുന്നത്. അതിന് 3 കിട്ടിയാൽ പോലും ആ പ്രയത്നത്തിൻ്റെ ഫലമല്ലേ? അതെ. പക്ഷേ എനിക്ക് 2 സീറ്റ് മറ്റേ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് ഒരു റിലയബിളായ സോഴ്സ് നിന്ന് കിട്ടും. അണ്ണാമല ജയിക്കാൻ സാധ്യത അങ്ങനെ 2 സീറ്റാണ്. 2 കിട്ടിയാൽ മതി, ഒറ്റയ്ക്ക് 2 കിട്ടിയാൽ മതി. പിന്നെ മറ്റവനുണ്ടല്ലോ പട്ടാളി മക്കൾ കച്ചി അതൊന്നുണ്ട്, രാംദാസിന്റെ. അല്ല, അവർ ആ ധർമ്മപുരി മേഖലയിൽ അത്യാവശ്യം സ്ട്രോങ് ആണ്. അത് 2 കിട്ടിയാലും 2 കിട്ടി കഴിഞ്ഞാൽ അവിടുന്ന് പിടിച്ച് കളിക്കോളും. അപ്പൊ മാത്രമല്ല ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ BJP അനുകൂലമായിട്ട് വരില്ല, ഭയങ്കരമായിട്ട്. ഈ പറയുന്ന മാതിരി പിന്നെ ചോദ്യം ചെയ്യാൻ മറ്റൊരു നേതാവില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഈ തൊഴിലില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി വരണം. അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ തന്നെ സൗത്തിലേക്ക് BJP പിന്നെ ജയിക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കട്ടിങ് സൗത്ത് ഒക്കെ വന്ന ഒരു അവസ്ഥയില്ലേ? അല്ല, അതെ പ്രശ്നം. ആദ്യം ഈ വഴി കട്ടിങ് സൗത്ത്, ആദ്യം കട്ടിങ് കാശ്മീരായിരുന്നു, പിന്നെ കട്ടിങ് നോർത്ത് ഈസ്റ്റ്, എല്ലാ സ്ഥലത്തും BJP പോയി പിടിക്കും. അല്ല, BJP കാണുന്ന ഇതാണ് പ്രശ്നം. ഇത് RSS ആണ്. RSSന്റെ കഴിഞ്ഞൊരു ഏതാണ്ട് ഒരു 80-90 വർഷത്തെ നിരന്തരമായിട്ട് പതുക്കെയുള്ള പ്രവർത്തനമാണ്. അതിൽ നിന്നാണ് അവിടെയൊക്കെ വേരുകൾ ഉണ്ടാക്കി. ഇപ്പോൾ കേരളം നിങ്ങൾ നോക്കൂ, അതിശക്തമായ വേരുണ്ട് RSSന്. BJPക്കാർക്ക് വോട്ടിട്ടുന്നില്ലെന്നേ ഉള്ളൂ. കേരളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ RSS സമുദായ സംഘടന അല്ലാന്ന് അവർ പറയുന്നത്. അങ്ങനെ സമുദായ സംഘടന ഈ കൂട്ടി നോക്കൂ. ഏറ്റവും ശക്തമായിട്ടുള്ള സമുദായ സംഘടന RSS വിചാരിച്ച് കേരളം സംഭിപ്പിക്കാം. ഇപ്പോൾ മുസ്ലിം സമുദായ സംഘടന വിചാരിച്ച് തീരെ പോക്കറ്റുകളെ പറ്റുള്ളൂ. ക്രിസ്ത്യൻ സമുദായ സംഘടന വിചാരിച്ച് ചില പോക്കറ്റുകളെ പറ്റുള്ളൂ. RSS വിചാരിച്ച അതല്ല, മൊത്തം കേരളം സ്തംഭിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ RSSന്റെ ഒരു പ്രവർത്തനമാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ ദക്ഷിണേന്ത്യ ഏതാണ്ട് ഉത്തരേന്ത്യ പോലെ തന്നെ BJP കടന്നു കയറി കഴിഞ്ഞു. BJP കടന്നു, പക്ഷേ വേറെ കുറച്ചുകൂടി മോർ സയന്റിഫിക് ആയിരിക്കും. BJP ഏറ്റവും വലിയ ചലഞ്ച് ഉള്ളുന്ന ഒരു ദക്ഷിണേന്ത്യയാണ്. ആ ദക്ഷിണേന്ത്യ കഴിയുമ്പോൾ CPM ജനതാ പാർട്ടി നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് കേരളത്തിൽ വന്ന MP-മാർ ഭയങ്കര തലവേദന, ഭയങ്കര നിഷേധികളാണ്. അത് നിങ്ങൾ മുരളീധരനൊക്കെ ഉണ്ടാവും. അത് മുരളീധരനാണെങ്കിലും ഈ പറയുന്ന കേരളത്തിൽ നിന്ന് പോകുന്ന നേതാക്കന്മാർ ഒക്കെ തന്നെ കണ്ണുകടച്ച് എല്ലാത്തിനെയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഉള്ളു ഞാൻ കേട്ടത് മുരളീധരെ പലതും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ടെന്നാണ്. അങ്ങനെ ഒരു മുരളീധരൻ അങ്ങനെ ഒരു ഇന്റലക്ച്വലി സ്ട്രോങ് ആയിരിക്കും അവർ. മലയാളികളെ കാര്യം ഇന്റലക്ച്വലി സ്ട്രോങ് ആണ്. മറ്റവരതല്ല. മറ്റൊരു ഈ വലിയ ലീഡർഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യലെന്ന് കരുതുന്നതാണ് നോർത്ത് ഇന്ത്യക്കാർ. തമിഴന്മാർ ഇമോഷണലി സ്ട്രോങ് ആണ്, മലയാളി ഇന്റലക്ച്വലി സ്ട്രോങ് ആണ്. അത് BJPക്ക് തന്നെ സ്വഭാവമുണ്ട്. ഇപ്പം നിങ്ങൾ പല BJPക്കാരോട് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ മറ്റു ഉത്തരേന്ത്യക്കാരെ പോലെ ഈ ചാണകത്തുനിന്ന് മറ്റേ പ്ലൂട്ടോണി ഉണ്ടാക്കുക അത് ചർച്ചയിലൊക്കെ വന്ന് പറയുക അല്ലെ പണി കിട്ടും എന്നുള്ളതല്ല. അവരന്ന് വിശ്വസിക്കുന്ന ആളുകളൊന്നുമല്ല. അതിന് കുറച്ചുകൂടി BJP ഉള്ളിൽ കുറച്ചുകൂടി ചലഞ്ച് വരികയും അത് BJP ഗുണം ചെയ്യുകയും ചെയ്യും. നമ്മളെ സൊസൈറ്റി കൂടുതൽ മോഡേൺ ആയതുകൊണ്ട്. അതായത് 2019 ഉണ്ടായിരുന്ന സീറ്റുകളുടെ അതിൽ നിന്നും വളരെ പിന്നെ കൂടുതൽ ഈ വർഷം 24 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുണ്ട്. എസ്പെഷ്യലി ആന്ധ്രാപ്രദേശ് ആൻഡ് ദിസ് പ്ലേസ് തെലങ്കാന. പിന്നെ കേരള തമിഴ്നാട് 2 സീറ്റ് പ്രതീക്ഷിക്കുക. പിന്നെ ഇന്നലെ 3 പറയുന്നുണ്ട്. എനിക്കതിൽ വലിയ വിശ്വാസമല്ല. മുരളി നല്ല ഫൈറ്റ് ആയിരിക്കും, പക്ഷെ ജയത്തിലേക്ക് എത്തുമെന്ന് അറിയില്ല. 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പക്ഷെ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 24 ഇവിടെ നിന്നും പിന്നെ ഇവിടെ ഇപ്പോഴുള്ള നിക്ഷേപം അത് 29 എത്തുമ്പോൾ ഒരുപക്ഷെ നോർത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുള്ള ഇടിവ് ഇവിടെ കൊണ്ട് അവിടെ പിന്നെ മലബാറിലായിരിക്കും ഒരു പക്ഷേ BJP സെൻട്രൽ സദേൺ കേരള ആൻഡ് സെൻട്രൽ കേരള BJP പിടിക്കും. കാരണം മാണിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അതോട് കൂടിയിട്ട് സെൻട്രൽ ആൻഡ് സദേൺ ഏതാണ്ട് തൃശ്ശൂർ വരെയുള്ള പ്രദേശങ്ങൾ BJPൻ്റെ കയ്യിലും അവിടെ നിന്ന് അങ്ങോട്ട് CPM ലീഗിൻ്റെ കയ്യിലായിരിക്കും. ഒരുപക്ഷെ കോൺഗ്രസിന് നല്ലൊരു അടി പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ 50 താഴെ അല്ലെങ്കിൽ 60 താഴെ ഒന്നിരിക്കട്ടെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു, പല സംസ്ഥാനങ്ങളും ഇല്ലാതെ പോകുന്നു. ആ സാഹചര്യത്തിൽ പോലും കോൺഗ്രസിൽ നിന്ന് പോലും ഒരു ഒഴുക്കുണ്ടാവാനുള്ള സാധ്യതയില്ല. കോൺഗ്രസിന് ഇവിടുത്തെ ലോക്സഭയിലും നിയമസഭയിലും ഒരേപോലെ നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഉണ്ടാവില്ല. കോൺഗ്രസ് പിന്നെ ശക്തിപ്പെടും. അവിടെ ചിലപ്പം അങ്ങനെ ഘട്ടത്തിൽ വരെ CPM എങ്ങനെ പോകുന്നു ഞാൻ ഈ 2% വോട്ടാണെങ്കിൽ CPM ശക്തമായി പുനഃപരിശോധന നടത്തണം. അത് നടത്തിയിട്ട് ഇല്ലെങ്കിൽ CPM-ന് പ്രശ്നം. CPM കേരള സംവിധാനമാണ്. അപ്പം വിശ്വാസത്തിൻ്റെ ഈ ലവ് മാരേജ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സിലാണെന്ന് എന്തുകൊണ്ടാവും? മറ്റേത് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് പോയി നരകത്തിൽ ചാടാന്ന് വിചാരിച്ചു വന്നു. മറ്റേ അതല്ല, വിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്ന. അപ്പോൾ ചെറിയൊരു കാര്യം വരുമ്പോൾ വലിയ പ്രശ്നമായി പോകും. അതുപോലെയാണ് ഈ CPM-ന്റെ അണികൾ, RSS-ന്റെ അണികൾ. അത് വിശ്വാസത്തിൻ്റെ ഭംഗം വന്നാൽ തീർന്നു. പക്ഷേ ഈ 2% വ്യത്യാസം സംഭവിക്കേണ്ടല്ലോ. അതായത് സാധ്യത എനിക്ക് തോന്നുന്നില്ല. BJP അവരുടെ സ്ട്രോങ് ഏരിയയിൽ വളരെ ക്ലോസ് ഫൈറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ 2 പേര് ജയിക്കുന്നതാണ് പോലും അടുത്ത്
മറ്റ് സ്ഥാനാർത്ഥികളും നല്ല ക്ലോസ് ഫൈറ്റ് ആയിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകളിൽ. പക്ഷേ അത് 2% അല്ല, മലബാറിലൊന്നും ആ രീതിയിൽ ക്ലോസ് ഫൈറ്റ് നടത്താൻ പറ്റില്ല. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ തെലങ്കാനയുടെ ഒരു വൻ മുന്നേറ്റം, പിന്നെ തമിഴ്നാട്ടിലും കേരളത്തിലുള്ള 2-2 ആണെങ്കിൽ കൂടി അതൊരു വലിയ വാതിലാണ് തുറന്നത്. തെലങ്കാന, ആന്ധ്ര, കർണാടകയിൽ ആ എഡ്ജിൽ വരെ ജയിക്കുമെന്നാണ് ഇന്നലെ കണ്ടത്.